ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന ആത്മീക ശുശ്രൂഷയിലേക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിൻ്റെ പുസ്തകത്തെ അധികരിച്ചുള്ള 12ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. ഹന്നായുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഭാഗത്തിൽ നിന്നുകൊണ്ട് 4 വിഷയങ്ങൾ നാം ദൈവകൃപയിൽ ശരണപ്പെട്ട് ഓർക്കുകയുണ്ടായി. 4ാമതും ഒടുവിലത്തേതുമായി നാം ഓർത്തത് തൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടുവെന്നും ദൈവം അതിന് ഉത്തരം അരുളിയെന്നും അവൾ പൂർണ്ണമായി വിശ്വസിച്ചു എന്നുള്ളതാണ്. ഒരു ഭക്തയുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് നിദാനമായി നമുക്ക് ഹന്നായിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന 4ാമത്തെ കാര്യം അതാണ് എന്ന് നാം ഓർത്തു. കർത്താവിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു. കേൾക്കുക മാത്രമല്ല, അവിടുന്ന് അതിന് ഉത്തരം അരുളുന്നു. അത് അവിടുത്തെ ഹിതപ്രകാരമുള്ള വിഷയമാണ്. ഈ കാര്യം സമ്മതിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതം വിജയമായി തീരുമെന്നുള്ളതിന് സന്ദേഹമില്ല. ഇന്ന് നാം 5ാമത്തെ വിഷയത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ഹന്നയുടെ ജീവിതത്തിൻ്റെ വിജയരഹസ്യമായി ഭവിച്ചത്? അതിൻ്റെ ഉത്തരമായി നമുക്കിങ്ങനെ ചിന്തിക്കാനായിട്ട് സാധിക്കും. അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവളാണ് എന്നുള്ളതാണ്. 20ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പുത്രനെ കൊടുത്തുകൊണ്ട് ദൈവം അവളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രം നമുക്ക് കാണുവാൻ കഴിയുന്നു. ശ്രദ്ധിച്ചാലും ശമൂവേലിന്റെ 1-ാം പുസ്തകം അതിൻ്റെ 20ാം വാക്യത്തിൽ യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് ആ പൈതലിന് അവൾ ശമൂവേൽ എന്ന് പേരിട്ടു. ഇവിടെ ഇതാ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഹന്നായെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം അവളുടെ ജീവിതത്തിന്മേൽ വന്നു എന്നുള്ളത് തന്നെയാണ് ഹന്നായുടെ ജീവിതം വിജയിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കാര്യമല്ലേ നമ്മുടെ ജീവിതത്തിലും വേണ്ടത്? ദൈവത്തിൻ്റെ മക്കളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. എന്നാൽ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയണമെന്നുള്ളത് ദൈവത്തിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. അങ്ങനെ പ്രായോഗിക തലത്തിൽ ദൈവിക അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ആ ജീവിതം വിജയിക്കുന്നതായി തീരുമെന്നുള്ളതിന് യാതൊരു സന്ദേഹവുമില്ല. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വരേണ്ടതിന് ആദ്യം സംഭവിക്കേണ്ടത് എന്താണ്? അത് അവൻ്റെ പാപങ്ങളുടെ മോചനമാണ്. പാപമോചനം പ്രാപിക്കാൻ മനുഷ്യൻ്റെ യാതൊരു മാർഗങ്ങൾ കൊണ്ടും സാധിക്കുകയില്ല. എന്നാൽ 20 നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ദൈവം മനുഷ്യനായി ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തി കാൽവറിയുടെ ക്രൂശിൽ മരിച്ചു. ആ മരിച്ച കർത്താവ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് യേശു എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മരിച്ചു. യേശു ക്രിസ്തു എൻ്റെ ഏക രക്ഷിതാവും എൻ്റെ ഏക കർത്താവും എൻ്റെ ഏക ദൈവവുമാണ് എന്ന് ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ അവൻ ദൈവ പൈതലായി തീരുന്നു. അവൾ ദൈവ പൈതലായി തീരുന്നു. അവളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കലവറ തുറക്കപ്പെടുകയാണ്. ഇവിടെ ഇതാ ഹന്നായുടെ ജീവിതത്തിൻ്റെ വിജയമായിട്ട് അവൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ അനുഗ്രഹിക്കപ്പെട്ട ഹന്ന അവളുടെ ജീവിതത്തിൽ നിന്ന് ചെയ്ത ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കുകയില്ല. അവൾ ചെയ്ത വിഷയം എന്താണ്? തൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഉത്തരം അരുളുകയും ചെയ്ത ആ ദൈവത്തോടുള്ള നന്ദി സൂചകമായിട്ട് തൻ്റെ മകൻ്റെ പേരിൽ പോലും ദൈവത്തോടുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. 20ാം വാക്യം ശ്രദ്ധിച്ചാലും 1-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ്
അവന് ശമൂവേൽ എന്ന് പേരിട്ടു. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവത്തോടുള്ള നന്ദി നിറയുന്ന, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഹന്ന ചെയ്യുന്ന വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറകളെ കാണുമ്പോൾ പോലും ദൈവത്തോടുള്ള നന്ദി, അതിൽ നിറയുന്ന അനുഗ്രഹീതമായ ജീവിതം ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് നാം മറക്കുവാൻ പാടുള്ളതല്ല. അനുഗ്രഹീതയായ ആ അമ്മയ്ക്ക് അനുഗ്രഹീതനായ ഒരു മകൻ ജനിക്കുകയാ. പിൽക്കാലഘട്ടങ്ങളിൽ ദൈവത്തെ ശുശ്രൂഷിച്ച ഒരു പൈതൽ അവൾക്ക് ദൈവത്തിൻ്റെ ദാനമായി ലഭിക്കുകയാണ്. ദാൻ മുതൽ ബർശേബ വരെയുള്ളവർ യഹോവയുടെ വിശ്വസ്ത പുരോഹിതനെന്ന് അംഗീകരിച്ച ഈ പറയുന്ന ശമൂവേലിനെ അനുഗ്രഹീതനായി കാണുമ്പോൾ അതിൻ്റെ പിറകിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതാവിൻ്റെ ജീവിതം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വന്നാൽ അത് നമ്മുടെ തലമുറകളുടെ അനുഗ്രഹമായി പരിണമിക്കുമെന്നുള്ളത് മറക്കുവാൻ പാടില്ല. അതേപോലെ തന്നെ ദൈവപ്രസാദമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അത് തലമുറകളെ ബാധിക്കുന്ന വിഷയം കൂടെ ആകുമെന്നുള്ളത് മുന്നറിയിപ്പായി ഓർമ്മപ്പെടുത്താതിരിക്കുവാനും എനിക്ക് സാധിക്കുകയില്ല. നമ്മുടെ ജീവിതങ്ങളിൽ പ്രായോഗിക തലങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് സമർപ്പിക്കുവാൻ, നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് പരിശോധിക്കുവാൻ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം എപ്പോഴും ഉണ്ടാകണം, അത് ഞാൻ ഏറെ വാഞ്ചിക്കുന്നു. അതിന് വിഘാതമായി നിൽക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ഏത് കുറവാണെങ്കിലും അത് ഏറ്റുപറഞ്ഞുപേക്ഷിക്കുവാൻ ഞാൻ ഈ സമയം കൃപാസനത്തിൻ്റെ മുൻപിലേക്ക് വരുന്നു എന്ന് പറയുന്ന ധന്യമായ മുഹൂർത്തങ്ങൾ അങ്ങയുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എല്ലാ മഹത്വവും ദൈവകുഞ്ഞാടിന്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.